ലോകം മാറുന്നു, ഒപ്പം ഇറാനും. യാഥാസ്ഥിതികരെ പുറത്താക്കി ഇറാൻ ജനത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. മതരാഷ്ട്രമല്ല, ജനാധിപത്യ രാഷ്ട്രമാണ് വേണ്ടതെന്നും ഇറാൻ ജനത പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പിൽ റിഫോമിസ്റ്റ് സ്ഥാനാർത്ഥി മസൂദ് പെസസ്കിയാനാണ് വിജയിച്ചത്. ജൂൺ 28-നാണ് ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും വിജയത്തിനാവശ്യമായ 50% വോട്ട് കിട്ടിയില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. വോട്ടെടുപ്പിൽ മിതവാദിയായ പാർലമെൻറ്റ് അംഗം മസൂദ് പെസഷ്കിയാന് 1.6 കോടി വോട്ടുകളാണ് ലഭിച്ചത്. യാഥാസ്ഥിതിക പക്ഷ സ്ഥാനാർത്ഥി സയ്യിദ് ജലീലിക്ക് 1.3 കോടി വോട്ടുകളും കിട്ടി. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും ദീർഘകാല MP-യുമാണ് പെസഷ്കിയാൻ. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കുറച്ച് വർഷങ്ങളായി ഇറാനിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. ജൂൺ 28-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 48% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ മാർച്ചിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് വെറും 41% മാത്രമായിരുന്നു. പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നിരവധി വെല്ലുവിളികളുണ്ട്. ജനങ്ങൾ മതചട്ടക്കൂടിൽ നിന്ന് രാജ്യം വഴിമാറി നടക്കണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതുകൊണ്ട് മാത്രം ഇറാനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാന് നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. പ്രസിഡന്റിൻ്റെ അധികാരം പരിമിതമാണ്. രാജ്യത്തിൻ്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയുടെ നിയന്ത്രണത്തിലാണ് ഇറാൻ ഭരണം. അന്തരിച്ച ഇബ്രാഹിം റൈസി ഖമേനിയുടെ വിനീത വിധേയനായിരുന്നു. പെസഷ്കിയാൻ അധികാരത്തിൽ വരാതിരിക്കാൻ ഖമേനി ശ്രമിച്ചിരുന്നു. പെസഷ്കിയാനെ രാജ്യത്തിൻ്റെ ശത്രു എന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത്. മാത്രമല്ല, പെസഷ്കിയാൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബഹിഷ്കരിക്കാനും പരോക്ഷമായി ഖമേനി ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഇറാനിലെ ജനങ്ങൾ നിലവിലെ ഭരണത്തെ വെറുക്കുന്നുവെന്ന് വ്യക്തം. പെസഷ്കിയാൻ്റെ വിജയം അതാണ് സൂചിപ്പിക്കുന്നത്. ഖമേനിയും പെസഷ്കിയാനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഇറാനെ പുതിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇറാൻ ഇന്ത്യ ബന്ധത്തെ അതെങ്ങനെ ബാധിക്കും? ഇറാൻ്റെ ആഭ്യന്തര അന്താരാഷ്ട്ര നിലപാടുകളിൽ മാറ്റം വേണമെന്ന് ശക്തമായി വാദിക്കുന്ന ആളാണ് പെസഷ്കിയാൻ. ചരിത്രപരമായി തന്നെ ഇന്ത്യയും ഇറാനും തമ്മിൽ സാമ്പത്തിക സഖ്യം നിലനിൽക്കുന്നുണ്ട്. പെസഷ്കിയാൻ്റെ ഭരണത്തിൽ ഈ സഖ്യം ശക്തമാകാനാണ് സാധ്യത. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിക്കുന്ന തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖ പദ്ധതി പുതിയ ഭരണത്തിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. അതുമാത്രമല്ല, ഷാഹിസ് ബഹേഷ്ടി പോർട്ട് ടെർമിനലിനായി $120 മില്യൺ, ഇറാൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി $280 മില്യൺ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ മുഖ്യ സ്രോതസ്സാണ് ഇറാൻ. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉപരോധം നിലനിൽക്കെ കുറഞ്ഞ വിലയിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് ലഭ്യമാക്കാനാവും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്. എന്തായാലും പെസഷ്കിയാൻ്റെ നിലപാടുകളും ഇറാൻ്റെ മുന്നോട്ടുള്ള യാത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ.